കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ക്യാമ്പസിൽ ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് നോൺ വെജ് ഭക്ഷണവും 93 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കലാമണ്ഡലത്തിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നെടുത്ത തീരുമാനത്തെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സ്വാഗതം ചെയ്തു. കാലങ്ങളായി വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു കലാമണ്ഡലം ക്യാമ്പസിലെ മെസ്സിൽ നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതലാണ് അതിന് മാറ്റം വരുത്തിയത്. തീരുമാനത്തിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഭക്ഷണ രീതികളെ സ്വാഗതം ചെയ്യുകയാണ് കലാമണ്ഡലം വിദ്യാർത്ഥികൾ ഒന്നാകി. ഞങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ കലാമണ്ഡലത്തിൽ പോഷകാഹാരം വേണമെന്ന്. അതിപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച സാധ്യതയുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത സ്റ്റുഡൻസ് യൂണിയൻ എല്ലാവർക്കും നന്ദി പറയണം. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണിയാണ് പുതിയ തീരുമാനമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് വിളമ്പിയത്. ഇനി മുതൽ എല്ലാ മാസത്തിലും 2 തവണ വീതമാകും കലാമണ്ഡലത്തിൽ ബിരിയാണി വിളമ്പുക. എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ഇതുവരെയുള്ള പതിവെങ്കിലും ക്യാമ്പസിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും സർവകലാശാല അധികൃതർ പറയുന്നു. ഇപ്പോൾ അധ്യാപകർക്കോ ജീവനക്കാർക്കോ അതുപോലെ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ഭരണസമിതി അംഗങ്ങൾക്കോ ഒന്നും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നിരോധനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ക്വാർട്ടേഴ്സിലുള്ളവർ നോൺ വെജ് ഉപയോഗിക്കുന്നവരുണ്ട്, ജീവനക്കാർ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോലും സൊമാറ്റോ, സ്വിഗ്ഗി മുതലായിട്ടുള്ള സംവിധാനങ്ങൾ വഴി പുറത്തുനിന്ന് നോൺ വെജ് ഭക്ഷണം വാങ്ങിച്ച് ഹോസ്റ്റലിൽ കഴിക്കാനുള്ള സംവിധാനവും ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഇത് ദീർഘകാലമായിട്ടുള്ള കുട്ടികളുടെ ആവശ്യമായിരുന്നു. അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അതിന് അനുമതി കൊടുത്തു. 480 പേര് കഴിച്ചതിൽ 450 പേര് ഇതിൽ നോൺ വെജാണ് സ്വീകരിച്ചത്. എന്തായാലും ഒരു സ്ഥിരം സംവിധാനമല്ല, ഇടയ്ക്കെങ്കിലും മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും ഇത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1930 ആരംഭിച്ച കേരള കലാമണ്ഡലത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പിന്തുടരുന്നത്. വിവിധ കലാരൂപങ്ങൾക്കൊപ്പം വാദ്യ താളമേളങ്ങളിലും പഠനവും പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.